ബീഫും സമുദായങ്ങളും തമ്മിൽ എന്താ ബന്ധം? ബീഫും മുസ്ലിങ്ങളും തമ്മിൽ എന്താ ബന്ധം? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിക്കാരും ബീഫ് സംസ്കരിക്കുന്ന ഫാക്ടറിയുടെ ഉടമകളും BJPക്കാരാണ്, RSSകാരാണ്, മുസ്ലിങ്ങളാണ്. അപ്പോൾ ബീഫും മുസ്ലിമായിട്ട് യാതൊരു ബന്ധം. അത് സാധാരണക്കാരായ മുസ്ലിം വോട്ടർമാരെ പറ്റിക്കാൻ, വഞ്ചിക്കാൻ, ചതിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി എടുത്തൊരു നിലപാടാണ്. അതുപോലെ ഇല്ലല്ലോ കേരള സ്റ്റോറി. കേരള സ്റ്റോറി പറഞ്ഞാൽ വിവിധ സമുദായങ്ങളെ തമ്മിൽ ശത്രുക്കളാക്കുകയാണ്. കഴിക്കാത്ത ആളുകൾ കഴിക്കണ്ടല്ലോ. കഴിക്കാത്ത ആളുകൾ കഴിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞു? അല്ല, ബീഫ് ഫെസ്റ്റ് സത്യത്തിൽ അത് എന്തിനാ? അതും ഈ പ്രകോപനപരം തന്നെയാണ്, ഒരു സംശയമില്ല. അതൊക്കെ എന്താ പറയുക, വില കുറഞ്ഞ രാഷ്ട്രീയ കളികളാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. കിട്ടാൻ വേണ്ടി കളിക്കുന്ന കളികളാണ്. ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെ അങ്ങേയറ്റം പീഡിപ്പിക്കുക, അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുക, BJPയെ പരസ്യമായി സഹായിക്കുക, അവരുമായി എല്ലാ ഒത്തുകളികളും നടത്തുക, എന്നിട്ട് മുസ്ലിങ്ങളോടൊപ്പമാണ് എന്ന് സ്ഥാപിക്കാൻ ഇതുപോലുള്ള അനാവശ്യ രാഷ്ട്രീയ തോന്നിവാസങ്ങൾ നടത്തുക. ഇപ്പോൾ ഇരുണ്ട കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്യാമ്പയിനാണ് LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പഴയ UDF ഭരണകാലം ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, പഴയ മന്ത്രിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടൊരു പ്രചരണം, ആര്യാടൻ മുഹമ്മദിന്റെ ഫോട്ടോ വെച്ചുകൊണ്ടൊരു പ്രചരണം, പഴയ കാലത്തേക്ക് പോകണമെന്നാണ് ചോദിക്കുന്നത്. ആ പ്രചരണത്തെ കുറിച്ച് എന്താണ്? പഴയ ആഭ്യന്തരമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്നത് എന്തിനാ? പാലാരിവട്ടം പാലത്തിൻ്റെ ഒരു കമ്പിയുടെ കഷ്ണം പുറത്തേക്ക് കൊണ്ടുവന്നല്ലേ. ഈ പൊതുമരാമത്ത് മന്ത്രിയുടെ കാലത്തോ എത്രമാത്രം പാലങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ധർമ്മടം മണ്ഡലത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലം പൊളിഞ്ഞു വീണ് 2 തൊഴിലാളികൾ മരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാജിവെച്ചോ? അദ്ദേഹത്തിൻ്റെ പേര് കേസെടുത്തോ? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേരിൽ കേസെടുത്തോ? അദ്ദേഹത്തെ ശിക്ഷിച്ചോ? ജയിലിലടച്ചോ? നാഷണൽ ഹൈവേ കൊല്ലം മുതൽ കാസർഗോഡ് വരെ പൊളിഞ്ഞു. കൊല്ലത്ത് ചാത്തന്നൂർ പൊളിഞ്ഞു, മലപ്പുറം ജില്ലയിൽ കൂരിയാട് പൊളിഞ്ഞു, കുറ്റിപ്പുറത്ത് മുഴുവൻ തകർന്നു, കാസർഗോഡ് പൊളിഞ്ഞു. ഏതെങ്കിലും ഈ PWD മന്ത്രിക്കെതിരെ ഒരു FIR ഇട്ടോ, ഒരു കേസെടുത്തോ, അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ 10 കൊല്ലമാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത് പ്രചരണം നടത്തിയാലും കേരള ജനങ്ങളെ മറക്കില്ല. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗ് കുറച്ച് വേഗത്തിലാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വേഗത കുറഞ്ഞു. തർക്കങ്ങൾ കാരണമാണ്. വേഗത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. നാളെ ഇലക്ഷൻ പ്രഖ്യാപിച്ച ഇന്ന് നോമിനേഷൻ കൊടുക്കേണ്ടി വന്ന ഇന്ന് കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. പക്ഷേ ഇലക്ഷൻ്റെ പ്രൊസീജിയർ വരട്ടെ, അപ്പോഴല്ലേ ഞങ്ങൾക്ക് പ്രൊസീജിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. യാത്രയിലെ തിരക്കിലാണ് നേതാക്കന്മാരൊക്കെ ഉള്ളത്. അതും ഒരു കാരണം തന്നെയാണ്. ഈ മണ്ഡലങ്ങളുടെ വെച്ചുമാറ്റത്തിൽ ഒരു തർക്കമില്ല. അതൊക്കെ രമ്യമായി പരിഹരിച്ചിട്ടുണ്ട് ഏറെക്കുറെ. ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഉണ്ടാവും. 2-3 മണ്ഡലങ്ങൾ വെച്ച് മാറ്റം ഉണ്ടാവും. 2-3 പിന്നെ അല്ല, അതൊക്കെ വരുമ്പോൾ മുന്നണി പൊതുവായി ഇരുന്ന് തീരുമാനിച്ചല്ലേ ചെയ്യാം. അതൊക്കെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പരിശോധിക്കും. അല്ല, ഞങ്ങളുടെ അടിത്തറ വിപുലമാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ എപ്പോഴും തുറന്ന മനസ്സാണുള്ളത്. പക്ഷേ ഞങ്ങൾ ആരുടെയും പിറകെ പോകാറില്ല. അവർ വരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. അത്രയേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. UDF മൊത്തത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. അതിപ്പോൾ ഇല്ലല്ലോ, ഇപ്പോൾ ചർച്ച തുടരുന്നില്ല. ഇല്ല, അത്തരം ചർച്ചകളൊന്നും ഇപ്പോൾ തുടരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ വാതിലുകൾ ജനാധിപത്യ മതേതര ചിന്താഗതിക്കാർക്ക് തുറന്നിട്ടിട്ടുണ്ട്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം.